പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തൃശൂരിൽ കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാവ്. KSRTC ജംഗ്ഷന് സമീപം വെളിയന്നൂർ റോഡിലെ കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. യുവാവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും ഫയർഫോഴ്സും. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് യുവാവ് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ കയറി നിന്നാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. എന്താണ് ഈ ആത്മഹത്യാ ഭീഷണിക്ക് കാരണം? വിവരങ്ങൾ. 2 മണിക്കൂറിലധികമായി ഈ യുവാവ് ഈ കെട്ടിടത്തിന് മുകളിൽ, ഇരുനില കെട്ടിടമാണ്, ഈ കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. ഈ സംഭവം നടക്കുന്നത് 11 മണിയോടെയാണ്. ഈ യുവാവ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് പരസ്പര വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. മാത്രമല്ല യുവാവിന്റെ തലയിലും ദേഹത്തുമൊക്കെ പെയിന്റ് പോലുള്ള വസ്തു പരത്തിയ നിലയിൽ കൂടിയാണ്. യുവാവിന് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക അസ്വസ്ഥമുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ വിവരം ആദ്യം കണ്ട പ്രദേശത്തുള്ളവർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സും തൃശൂർ ഈസ്റ്റ് പോലീസൊക്കെ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന ആദ്യഘട്ടത്തിൽ യുവാവിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം വേറെ നേരം തുടർന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സിന്റെ വലിയ ഒരു കോണി ആ സൺസൈഡിലേക്ക് ചാരി വെച്ചതോടെ യുവാവ് ഇപ്പോൾ നിലവിൽ ആ കോണിയിൽ കയറി നിൽക്കുകയാണ്. പക്ഷെ താഴെ ഇറങ്ങുന്നില്ല, മുകളിലേക്ക് കയറുന്നില്ല. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കെട്ടിടത്തിന്റെ മുകളിലുണ്ട്. താഴെയുള്ളവരെ ഉൾപ്പെടെ അസഭ്യം വിളിക്കുന്ന ഒരു സ്ഥിതി കൂടി യുവാവിനുണ്ട്. യുവാവിനെ ആരും ആ പ്രദേശത്ത് കണ്ടവരായി ഇല്ല. വാർഡ് ഡിവിഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. യുവാവിന് ആ പ്രദേശത്തെങ്ങും കണ്ടുപരിചയമില്ല എന്നാണ് പറയുന്നത്. ഈ ഇരുനില കെട്ടിടത്തിൽ താമസമുണ്ട്, വീട്ടുകാരുണ്ട്. ഇവർ അറിയാതെ ആയിരിക്കണം ഒരുപക്ഷെ യുവാവ് മുകളിലേക്ക് കയറിയതെന്നാണ് പറയുന്നത്. എന്തായാലും മുകളിൽ ആയിരുന്ന യുവാവ് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് സ്ഥാപിച്ച കോണിയിൽ കയറി നിൽക്കുന്നുണ്ട്. പക്ഷെ താഴത്ത് സുരക്ഷിതമായി ഇയാളെങ്ങാനും വീഴുകയാണെങ്കിൽ വല പിടിക്കാനുള്ള സ്ഥലം താഴത്തില്ല. കാരണം ചെറിയ ഒരു ഇടുങ്ങിയ സ്ഥലം കൂടിയാണ്. ഈ വെളിയന്നൂർ ജംഗ്ഷന് സമീപത്തുള്ള ഉൾവഴിയിലെ ഒരു ഇരുനില കെട്ടിടത്തിലാണ് ഇയാൾ കയറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വല വിരിച്ച് ഇയാൾ എങ്ങാനും വീഴുകയാണെങ്കിൽ ആ വലയിലേക്ക് വീഴാനുള്ളൊരു സാഹചര്യത്തിനായി വല പിടിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്ത ഒരു ഇടുങ്ങിയ പ്രദേശം കൂടിയാണ് ഇയാൾ കയറുന്നുള്ള കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. മാത്രമല്ല ഇലക്ട്രിക് ലൈൻ സമീപത്ത് കൂടി പോകുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് എടുത്ത് ഇലക്ട്രിക് ലൈനിൽ തട്ടുന്ന ഒരു സാഹചര്യം. ഇലക്ട്രിക് ലൈൻ ഓഫ് ചെയ്യാനുള്ള നടപടികളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും യുവാവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ 2.5 മണിക്കൂറോളം സമയമായി. ഏകദേശം 11 മണിക്ക് ആരംഭിച്ചതാണ് യുവാവിന്റെ ഈ ആത്മഹത്യാ ശ്രമം. എന്താണ് ഇത്തരത്തിലുള്ള കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി യുവാവിനെ താഴെ ഇറക്കിയാൽ മാത്രമേ ചോദിച്ചറിയാനാവുകയുള്ളൂ. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ യുവാവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് പക്ഷേ യുവാവ് ഇവരെല്ലാം അസഭ്യം പറയുകയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കളിയാക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെയാണ് യുവാവ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ മാനസികമായി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾ കൂടിയാണോ എന്നുള്ളൊരു സംശയം കൂടി പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോഴും യുവാവിനെ താഴെ ഇറക്കാനുള്ള ശ്രമം തുടരുകയാണ്. വൃന്ദ, ദിനേശ്, ഇത് പ്രദേശവാസിയാണോ എന്നുള്ളതിൽ പോലും വ്യക്തതയില്ല അല്ലേ? യുവാവിനെ പ്രദേശത്തുള്ളവർ ആരും കണ്ടിട്ടില്ല. ഡിവിഷൻ കൗൺസിലർക്കറിയില്ല. ആ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്കറിയാം. ഒരുപക്ഷെ നഗരമാണ്, തൃശൂർ നഗരത്തിന്റെ ഒത്ത മധ്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്ന് എത്തുന്ന ആളുകൾ നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം ഉള്ളത്. കാരണം ഈ സംഭവം നടക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിനും ശക്തൻ നഗറിനും ഒക്കെ മധ്യത്തിലുള്ള പ്രദേശമാണ്. ഈ വെളിയന്നൂർ കൊക്കാലെ ജംഗ്ഷന് സമീപമാണ്. ഈ നഗരത്തിന്റെ ഒത്ത ഹൃദയത്തിലാണ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളായിരിക്കണം എന്നില്ല. ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട ആരെങ്കിലും എന്തായാലും യുവാവ് മലയാളിയാണ്. മലയാളത്തിലാണ് ഇത്തരത്തിൽ അസഭ്യം വിളിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കണക്കിലെടുത്താൽ മലയാളിയാണ് എന്നുള്ളൊരു സ്ഥിരീകരണമുണ്ട്. പക്ഷെ എവിടുത്തുകാരനാണ്, എവിടെ നിന്നുള്ള ആളാണ്, എത്ര പ്രായം, എന്തായാലും പ്രത്യക്ഷത്തിൽ അധികം പ്രായമില്ല ഒരു യുവാവ് തന്നെയാണ്. പക്ഷെ യുവാവിന്റെ തലയിലും ദേഹത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെയിന്റ് പോലുള്ള വസ്തുക്കൾ ഉണ്ട്. എങ്ങനെയാണ് യുവാവിലേക്ക് എത്തിപ്പെട്ടത്, എന്താണ് ആത്മഹത്യാ ശ്രമത്തിനുള്ള കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും ഇതുവരെയും ഒരു തീരുമാനം ആയിട്ടില്ല. ശരി, വ്യക്തമാണ്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ക്ഷമിക്കണം, മനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.